ശ്രീ എം റഹ്മത്തുള്ള 7 മിനിറ്റ്. സർ, ഞാൻ ഈ നന്ദിപ്രമേയത്തെ പിന്തുണയ്ക്കുകയാണ്. ഈ സഭയിലേക്ക് ആദ്യം കടന്നു വരുന്ന രംഗമാണ് ഞാൻ. ആദ്യമായി പ്രപഞ്ചനാഥന് സ്തുതി പറയുന്നു. ഈ അവസരം എനിക്ക് പ്രദാനം ചെയ്ത മുസ്ലിം ലീഗിൻ്റെ അധ്യക്ഷൻ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, ബഹുമാനനായ ലീഡർ കുഞ്ഞാലിക്കുട്ടി സാഹിബ്, അതുപോലെ തന്നെ UDF നേതൃത്വം, ഇവരോടുള്ള കടപ്പാട് ഞാൻ രേഖപ്പെടുത്തുകയാണ്. സർ, ഞാൻ മഞ്ചേരി മണ്ഡലത്തിൻ്റെ പ്രതിനിധിയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ കേരള സംസ്ഥാനത്തെ 4ാമത്തെ വലിയ ഭൂരിപക്ഷത്തോടു കൂടിയാണ് മഞ്ചേരിയിലെ ജനങ്ങൾ എന്നെ തെരഞ്ഞെടുത്തത്. കൈതമില്ലത്ത് ഇസ്മായിൽ സാഹിബ് തൊട്ട് ഏറ്റവും അവസാനം അഡ്വക്കേറ്റ് ലത്തീഫ് സാഹിബ് വരെ പ്രതിദാനം ചെയ്ത മണ്ഡലത്തിൽ 57,887 വോട്ടുകൾക്കാണ് ജനങ്ങൾ എന്നെ തെരഞ്ഞെടുത്തത്. അവരോടുള്ള നന്ദിയും കടപ്പാടും രേഖപ്പെടുത്താൻ ഞാൻ ഈ സന്ദർഭം വിനിയോഗിക്കുകയാണ്. സർ, ഈ തെരഞ്ഞെടുപ്പിൽ UDF നേടിയിട്ടുള്ള വിജയം കണ്ണഞ്ചിപ്പിക്കുന്ന വിജയമാണ്. ഇവിടെ ബഹുമാന്യരായ പല അംഗങ്ങളും സൂചിപ്പിച്ച പോലെ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത വിജയമാണ് ശ്രീ VD സതീശൻ്റെ നേതൃത്വത്തിലുള്ള ടീം UDFന് നേടാൻ സാധിച്ചത് എന്ന് ലോകം അംഗീകരിക്കുന്ന വസ്തുതയാണ്. അത് അംഗീകരിക്കാത്തൊരു കൂട്ടർ മാത്രമേ നമ്മുടെ ലോകത്തുണ്ടാവൂ. അത് ബഹുമാനപ്പെട്ട ഇടതുപക്ഷ അംഗങ്ങളാണ് എന്ന് വളരെ ഖേദപൂർവ്വം പറയാൻ ആഗ്രഹിക്കുകയാണ്. സർ, ഈ തെരഞ്ഞെടുപ്പിൻ്റെ വിജയത്തെ എന്തൊരാഘോഷത്തോടു കൂടിയാണ് ജനങ്ങൾ നോക്കിക്കണ്ടത്. ഇവിടെ ബഹുമാനപ്പെട്ട പല അംഗങ്ങളും പറഞ്ഞു, ഈ നിയമസഭാ മന്ദിരത്തേക്കൊന്ന് കടന്നു വരാൻ പോലും അംഗങ്ങൾ സാധിക്കുന്നില്ല. പലർക്കും മുഖ്യമന്ത്രിയെ പോലും കാണാൻ സാധിക്കുന്നില്ല. അത്ര വലിയ ജനങ്ങളുടെ ഒഴുക്കാണ് ഈ നിയമസഭയിലേക്കും സെക്രട്ടേറിയറ്റിലേക്കും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് കഴിഞ്ഞ 10 വർഷക്കാലമായി കെട്ടിക്കിടക്കുന്ന ജനങ്ങളുടെ വികാരം, അവരുടെ പ്രയാസങ്ങൾ, അവരുടെ പ്രശ്നങ്ങൾ, അതെല്ലാം തന്നെ പരിഹരിക്കാൻ കേരളത്തിൽ ഒരു മുഖ്യമന്ത്രിയും ഒരു ഭരണകൂടവും ഉണ്ടായിരിക്കുന്നു എന്നാണ് കേരളത്തിലെ ജനങ്ങൾ ഇപ്പോൾ കാണുന്നത്. പ്രതിപക്ഷ അംഗങ്ങൾ പലരും ഇവിടെ സൂചിപ്പിച്ചു, ചിരിച്ചാൽ പോരാ എന്ന മുഖ്യമന്ത്രിയോട് പറയുന്നത്. ഞാൻ വളരെ വിനയത്തോടു കൂടി പറയട്ടെ, കേരളത്തിൽ ഒരു ചിരിക്കുന്ന മുഖ്യമന്ത്രി ഉണ്ടാവട്ടെ എന്ന് നമുക്ക് ആഗ്രഹിച്ചുകൂടെ? ഈ മുഖ്യമന്ത്രി ചിരിക്കുക മാത്രമല്ലല്ലോ, ഈ സർക്കാരിൻ്റെ നയപരിപാടികളെക്കുറിച്ചൊക്കെ തന്നെ വളരെ കൃത്യമായി അതിൻ്റെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ബഹുമാനപ്പെട്ട ഗവർണർ സൂചിപ്പിച്ചു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആ കാര്യങ്ങൾ ആവർത്തിച്ച് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ഇടതുപക്ഷം പറയുന്നത് ഈ സർക്കാരിനൊരു നയമില്ല എന്നുള്ളതാണ്. ആ നയം തീർച്ചയായും നിങ്ങൾ ഉയർത്തിപ്പിടിച്ച നയമല്ല എന്നുള്ളത് ഇവിടെ സൂചിപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു, ഞങ്ങൾക്കൊരു നയമുണ്ട്. ആ നയം ഒരു പുതിയ കേരളത്തെ സൃഷ്ടിക്കാനുള്ള, ഒരു പുതിയ യുഗത്തിലേക്ക് കേരളത്തെ നയിക്കാനുള്ള ഞങ്ങളുടെ നയമാണ്. അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്, ഇതൊന്ന് വായിച്ചു നോക്കാനുള്ള സന്മനസ് പോലും എൻ്റെ ബഹുമാന്യ സുഹൃത്തുക്കൾ കാണിച്ചില്ല എന്ന് തോന്നുന്നു. പലരും ചോദിക്കുന്നു, എന്താ ഇതിൽ പറഞ്ഞത്? ഇതിൽ എന്താണ് പറയാത്തത്? ഒരു പുതിയ കേരളത്തെ കെട്ടിപ്പടുക്കാൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഇതിൽ സൂചിപ്പിച്ചു എന്നുള്ളത് വളരെ വ്യക്തമല്ലേ? എല്ലാ വിഭാഗം ജനങ്ങളെയും സാരമായി ബാധിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ നയപ്രഖ്യാപനത്തിൽ സൂചിപ്പിച്ചു എന്നുള്ളത് വളരെ സുവ്യക്തമാണ് സർ. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തോടൊരു കാര്യം പറയട്ടെ. ഇവിടെ പലരും പറഞ്ഞു, ഞങ്ങൾ ഈ വിജയം അംഗീകരിക്കുന്നു, ഈ പരാജയത്തിൽ നിന്ന് ഫീനിക്സ് പക്ഷിയെപ്പോലെ ഞങ്ങൾ ഉയർത്തെഴുന്നേൽക്കുമെന്നാണ് എൻ്റെ ചില ബഹുമാന്യ സ്നേഹിതന്മാരോട് പറഞ്ഞത്. ഞാൻ എൻ്റെ ഒരു ദുഃഖം പറയട്ടെ സാർ, ഞാൻ ഈ സഭയിൽ ആദ്യമായിട്ട് വരുന്നതാണ്. ആദ്യമായിട്ട് വരുമ്പോൾ എൻ്റെ പഴയകാല സുഹൃത്തുക്കൾ പലരും കാണും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞാൻ വന്നത്. പക്ഷെ നിർഭാഗ്യവശാൽ പലരെയും ഇവിടെ കാണാനില്ല എന്നൊരു സ്ഥിതി കൂടെ ഉണ്ട്. അവർ പറയുന്നത് ഫീനിക്സ് പക്ഷിയെക്കുറിച്ചാണ്. ആ ഗ്രീക്ക് ഇതിഹാസത്തിൽ ഫീനിക്സ് പക്ഷിയെക്കുറിച്ച് മാത്രമല്ലല്ലോ നമ്മൾ പഠിച്ചത്, അവിടെ ഇക്കാറസ് എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെക്കുറിച്ച് കൂടി പറയുന്നുണ്ട്. ഇക്കാറസിൻ്റെ ചരിത്രമൊക്കെ നമുക്കറിയാം. പറക്കാൻ ചിറക് വെച്ചപ്പോൾ, പിതാവും മകനും കൂടി പറക്കാൻ ചിറക് വെച്ചപ്പോൾ പിതാവും മകനൊരു ഉപദേശം കൊടുത്തത്രേ, പറക്കുമ്പോൾ കരുതി പറക്കണം, ഒരുപാട് ഉയരങ്ങളിലേക്ക് പോകരുത്,
ഒരുപാട് താഴ്ന്നും പറക്കാൻ പാടില്ല. കാരണം ചിറക് കൃത്രിമമായി തൂവൽ കൊണ്ടുണ്ടാക്കിയതാണ്, മെഴുക് കൊണ്ട് അത് കൂട്ടിച്ചേർത്തതാണ്. പക്ഷെ ഇക്കാറസ് അല്പം പറന്നുപോയി. പറന്നപ്പോൾ ഇക്കാറസിന് തോന്നിയത്രേ ഇനി കൂടുതൽ പറക്കാം. അങ്ങനെ പറന്ന് ഇക്കാറസ് എത്തിയത് എവിടെയാണ്? സൂര്യനോളം എത്തിയപ്പോൾ ആ സൂര്യൻ്റെ താപമേറ്റ് ഇക്കാറസ് താഴേക്ക് പതിച്ചു വീണു എന്ന് പറഞ്ഞതുപോലുള്ള ഒരു പതനമാണ് നിങ്ങൾക്ക് സംഭവിച്ചിരിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഞാൻ വളരെ വിനയത്തോടു കൂടി ചോദിക്കട്ടെ, ഇത് എത്രാമത്തെ പതനമാണ് സാർ? ഇത് മൂന്നാമത്തെ പതനമല്ലേ? ഏതെങ്കിലും ഒരു പതനത്തിൽ നിന്ന് നിങ്ങൾ ഈ പാഠം പഠിക്കാൻ തയ്യാറായിട്ടുണ്ടോ? നിയമസഭ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ പരാജയപ്പെട്ടു. അപ്പോൾ പറഞ്ഞു അത് പാർലമെന്റിലേക്കല്ലേ. പിന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടന്നു. അപ്പോൾ പറഞ്ഞു ഞങ്ങൾ ജനങ്ങളെ കാണാൻ പോകുകയാണ്. പാർട്ടിയുടെ ദേശീയ സെക്രട്ടറി അടക്കം ഒരാഴ്ചക്കാലം ജനങ്ങളെ പോയി കണ്ടു. എന്നിട്ട് പറഞ്ഞാൽ ജനങ്ങൾക്കൊരു ചെറിയ തെറ്റിദ്ധാരണ സംഭവിച്ചതാണ്. ആ തെരഞ്ഞെടുപ്പും കഴിഞ്ഞു. ഇപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചരിത്രത്തിൽ ഇന്ന് വരെ നേരിട്ടിട്ടില്ലാത്ത പതനമല്ലേ ഇടതുപക്ഷം നേരിട്ടത്? എന്താ അതിൻ്റെ കാരണം? എന്താണ്? നിങ്ങൾ എന്നാണത് ജനങ്ങളോട് പറയാൻ തയ്യാറാകുക? അതുകൊണ്ട് ആ കാരണങ്ങളെക്കുറിച്ച് ആത്മാർത്ഥമായി പഠിച്ച്, ഇവിടെ ബഹുമാനപ്പെട്ട ചില സ്നേഹിതന്മാർ പറഞ്ഞു, ഒരു ഇടതുപക്ഷം രാജ്യത്ത് ആവശ്യമില്ല എന്നൊന്നും ചിന്തിക്കുന്നവരല്ല ഞങ്ങൾ. നമുക്കതെല്ലാം ആവശ്യമാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, അതുകൊണ്ട് ബഹുമാന്യരായ ഇടതുപക്ഷ സുഹൃത്തുക്കൾ പറയാനുള്ളത്, ഈ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾ രംഗത്ത് വരണം. ഈ സർക്കാരിൻ്റെ നയപ്രഖ്യാപനത്തെക്കുറിച്ച് സർ ഒരു കാര്യം മാത്രം പറയട്ടെ. എല്ലാ വിഭാഗം ആൾക്കാരെക്കുറിച്ചും ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളതിനെ സ്വാഗതം ചെയ്യുന്നു. സ്ത്രീകളെക്കുറിച്ച്, വിദ്യാർത്ഥികളെക്കുറിച്ച്, കുട്ടികളെക്കുറിച്ച്, വയോജനങ്ങളെക്കുറിച്ച്. എന്നെ ഏറെ അഭിമാനം കൊള്ളിക്കുന്നത് ഈ ഗവൺമെൻറ് ഒരു തൊഴിലാളി പക്ഷ ഗവൺമെൻറ് കൂടിയാണ് എന്നുള്ള വസ്തുതയാണ്. ഞാനൊരു തൊഴിലാളി പ്രവർത്തകനാണ്. സ്വതന്ത്ര തൊഴിലാളി ഇൻഡസ്ട്രിയുടെ സംസ്ഥാന പ്രസിഡന്റാണ്. 10 കൊല്ലം മുമ്പ് 10 കൊല്ലം ഭരിച്ചൊരു ഗവൺമെൻറ് ഈ കേരളത്തിലുണ്ടായിരുന്നു. നിർഭാഗ്യകരമായ വസ്തുത എന്താണ്? ആ ഇടതുപക്ഷ സർക്കാരിൻ്റെ അവസാനത്തെ കാലഘട്ടത്തിൽ ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഞങ്ങളൊക്കെ സമരത്തിന് വന്നതാണ്. INTUC-യും ഞങ്ങളുമൊക്കെ വന്നതാണ്. AITUC-കാർ നടത്തിയ സമരത്തിനൊരു കയ്യും കണക്കുമില്ലായിരുന്നു. എന്നാൽ ഏറ്റവും അവസാനം ഞങ്ങൾ കണ്ട കാഴ്ച CITU-കാരടക്കം ഈ സർക്കാരിൻ്റെ തെറ്റായ നയങ്ങൾക്കെതിരായി സമരം ചെയ്യുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. എന്നാൽ ഈ സർക്കാരിൻ്റെ ആദ്യത്തെ നടപടി ഞാൻ അവസാനിപ്പിക്കുന്നു സാർ. ആദ്യത്തെ നടപടി എന്താണ്? ആശാ വർക്കർമാർ, അംഗനവാടി ജീവനക്കാർ, പ്രീ പ്രൈമറി ടീച്ചർമാർ, പാചക തൊഴിലാളികൾ തുടങ്ങിയിട്ടുള്ള തൊഴിലാളികളെ, സാധാരണ ജീവനക്കാരെ, തൊഴിലാളികളായി പോലും അംഗീകരിക്കാത്തവരെ, അവർക്ക് എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്ത, അവരെ സ്വീകരിച്ച, അവരെ കൂട്ടിപ്പിടിച്ച ഗവൺമെൻറ്റായി ഈ ഗവൺമെൻറ് മാറി. ഇതൊരു നല്ല സൂചനയാണ്. തൊഴിൽ മേഖലയിൽ ധാരാളം പ്രശ്നങ്ങളുണ്ട്. എല്ലാ ക്ഷേമ ബോർഡുകളും തകർന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്നു. അതിനോടൊക്കെ തന്നെ ഈ ഗവൺമെൻറ് സ്വീകരിക്കുന്ന നയങ്ങളെ ഞാൻ പിന്തുണയ്ക്കുകയാണ്. ഒറ്റക്കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ഒരു പുതിയ സമീപനത്തെക്കുറിച്ച് ഈ നയപ്രഖ്യാപനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ചാണ്. ആ സാധ്യതകൾ നല്ലവണ്ണം വിനിയോഗിക്കണം എന്ന കാര്യത്തിൽ ഞങ്ങൾക്കൊരു സംശയമില്ല. അത് നമ്മുടെ രാജ്യത്തിന് ആവശ്യമാണ്, നമ്മുടെ ലോകത്തിനും ആവശ്യമാണ്. പക്ഷേ ഒരു കരുതൽ വേണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ അവസരം നൽകിയതിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട്, ഈ നന്ദി പ്രമേയത്തെ അനുകൂലിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.